സാറ് കുറേ ഇല്ല ഒരു അച്ഛൻ മക്കളോട് സംസാരിക്കുന്നത് പോലെ സാറ് ആദ്യം കുറച്ച് മോട്ടിവേഷൻ, ഇങ്ങനെ പഠിക്കൂ, ഇങ്ങനെ പഠിക്കൂ. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എല്ലാത്തിനും എനിക്ക് താങ്ങാനെന്നത് എൻ്റെ അണ്ണനാണ്. ഞാൻ മെയിനായിട്ട് നോക്കിയത് പ്രദീപ് സാർ തരുന്ന എന്തും ഞാൻ പഠിക്കുമായിരുന്നു. ആ ഒരു നേട്ടം എന്നിലേക്ക് എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രദീപണ്ണനും, അതുപോലെ തന്നെ പ്രദീപണ്ണൻ വഴി ഞാൻ എൻട്രിയിലേക്ക് എത്തിയതാണ്. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. കുറേ വർഷമായി ഞാൻ ഇതാണ് നിൽക്കുന്നത്. ഓരോ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സ് നിറഞ്ഞ ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാമോ? എത്ര നാളുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി നിൽക്കുന്നു. എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടെന്നറിയാമോ? ഓരോരുത്തരും പഠിക്കണമെന്നും പറഞ്ഞ് എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ പഠിച്ചൊരു ജോലി നേടണം, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമായിരുന്നു സാറേ, അവരെയൊക്കെ ഒന്ന് സ്വസ്ഥമാക്കണമെന്ന് പറഞ്ഞു വന്ന് ഇപ്പോൾ എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. നല്ല നല്ല വീടുകൾ വെച്ചും നല്ല ജോലിയിലൊക്കെ കയറിയ സന്തോഷത്തോടെ കാണുന്ന ആ ഒരു രംഗം കാണുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. കാരണം എനിക്ക് വേറൊരു ലോകമില്ല. ഇവരൊക്കെ തന്നെയാണ്. ഓരോരുത്തർ പോകുമ്പം അടുത്ത ടീമുകൾ വരും, അവരിൽ കുറേ പേര് രക്ഷപ്പെട്ടു പോകുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. അത്രയും സന്തോഷമാണ്. കാരണം ഓരോ കുട്ടിയും അഡ്വൈസ് മെമ്മോ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എന്നിലേക്ക് ഓടിയെത്തിയപ്പം ഞാനൊരു സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ചെന്നാണ്. ഈ ഒരു ജീവിതം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയാണ്. അത്രയും രാവായാലും പകലായാലും എനിക്ക് പറ്റുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഒരു ആയുസ് എനിക്ക് ദൈവം എവിടം വരെ തന്നിട്ടുണ്ടോ, ആയുസ്സും ആരോഗ്യവും തന്നിട്ടുണ്ടോ, ആ കാലഘട്ടം മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. കുറേ ഉദ്യോഗാർത്ഥികൾ ഇപ്പം ജോലിയിൽ കയറി അവരുടെ വാക്ക് എവിടെ വെച്ച് കണ്ടാലും സന്തോഷത്തോട് ഓടി വരുന്നതും അവരുടെ ആദ്യത്തെ സാലറിയിൽ അവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ വാങ്ങുമ്പോഴും ഒക്കെ ചിലപ്പോഴൊക്കെ കണ്ണ് നിറയാറുണ്ട്. ചില ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്. ഓരോ വീടുകളിലൊക്കെ ചെന്ന് കാണുമ്പോൾ ഓരോ അച്ഛനമ്മമാർ വന്ന് കെട്ടിപ്പിടിക്കും, എൻ്റെ മോനെ നീ രക്ഷപ്പെടുത്തിയില്ലേ. ഇതൊക്കെയാണ് ആ അമ്മമാർ പറയുന്നത് കേൾക്കണം. എൻ്റെ മോളെ അയക്കാൻ നേരത്ത് അവനൊരു ജോലി ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ അയക്കാൻ പറ്റിയില്ലേ. ആ അമ്മയുടെയൊക്കെ കണ്ണുനീര് കാണുമ്പോൾ സന്തോഷ കണ്ണുനീരായിരുന്നു ആ അവൻ്റെ മാറ്റങ്ങളൊക്കെ. അതുപോലെയാണ് ഇനിയും പറ്റുന്ന നാൾ ഞാനത് അങ്ങനെ തന്നെ പോകും. കാരണം എന്താ, ഓരോ ദൈവം ഒത്തിരി പേർക്ക് പല പല നിയോഗങ്ങളായിരിക്കും. ചിലപ്പോൾ ഞാനൊരു PSC ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവരെ സ്നേഹിക്കുന്ന, അവർക്കൊരു സപ്പോർട്ട് എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലായിരിക്കും ചിലപ്പം ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനും പഠിച്ചൊരു ജോലി നേടിയെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം ഒരു PSC അധ്യാപകനാകണമെന്ന് തന്നെ. ഇപ്പം ഞാൻ ലീവ് എടുത്ത് ആ അധ്യാപക ജോലിയിലേക്ക് എത്തി. ഇപ്പോഴും സപ്പോർട്ടായിട്ട് ഇപ്പോൾ എൻട്രിയിൽ എത്ര ഉദ്യോഗാർത്ഥികൾ, പല ഉദ്യോഗാർത്ഥികൾ എൻ്റെ വീട്ടിൽ വരെ പല ജില്ലയിൽ നിന്നും, മലപ്പുറത്തു നിന്നും, കാസർഗോഡ് നിന്നും, കോഴിക്കോട് നിന്നൊക്കെ എൻ്റെ വീട്ടിൽ ഫാമിലി ആയിട്ട് അഡ്വൈസ് ലെറ്ററുമായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് സാറ് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ്. സാറിൻ്റെ മോട്ടിവേഷൻ വാക്കുകളും സാറിൻ്റെ റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ കേട്ട് ഞങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടിയല്ലോ എന്ന് ഓർത്താണ് അവർ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും കുറേ ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറ്റുന്ന കാലഘട്ടം വരെയും ഞാൻ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ജീവിതം, എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് PSC ലൈഫാണ്. ജീവിതത്തിൽ അങ്ങോട്ട് പോകുന്തോറും പറ്റുന്ന നാൾ വരെ ഇങ്ങനെ പോകട്ടെ. ഇനി ചിലപ്പോൾ നിങ്ങളായിരിക്കും അടുത്ത ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത്, ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സപ്പോർട്ടായിട്ടും ഒരു തണലായിട്ടും അവരാഗ്രഹിച്ച ഒരു ജോലി നേടിക്കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇനി ആരോഗ്യ ആയുസ്സും ദൈവം തരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളും ജോലി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കാണാനൊക്കെ വരണം. നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങളാവട്ടെ, കുറേയധികം പരീക്ഷകളുണ്ട്. എന്നാൽ കഴിയുന്ന സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. ആ അഡ്വൈസ് ലെറ്റർ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ രംഗം ഉണ്ടല്ലോ, അപ്പോൾ അപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുക. ആദ്യത്തെ നാളുകളിൽ മാത്രം ഓർത്താലും മതി. ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ മറന്നു വയ്ക്കും. പക്ഷേ നിങ്ങൾ ആ സ്നേഹത്തോടെ സാറേ അഡ്വൈസ് ആയി സാറേ, അല്ലെങ്കിൽ സാറേ നല്ലൊരു റാങ്ക് കിട്ടി സാറേ, സാറിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എന്നുള്ള വിളിയില്ലേ, അടുത്ത പ്രാവശ്യം നിങ്ങൾക്കതുണ്ടായിരിക്കും. എന്നാൽ കഴിയുന്ന സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അഡ്വൈസ് ലെറ്ററുമായിട്ട് കാണാനൊക്കെ വരണം. കാണാൻ പറ്റിയില്ലെങ്കിൽ മെസ്സേജ് എങ്കിലും ഇടണം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ആഗ്രഹിച്ച ഈ ജോലിയിൽ നേടാൻ വേണ്ടി നിങ്ങൾ വാശിയോടുകൂടി ഇറങ്ങിത്തിരിക്കുക, നല്ല ഡെഡിക്കേഷൻ നടത്തുക. പൂർണ്ണമായും സപ്പോർട്ട് ഞങ്ങളെപ്പോലുള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗസ്ഥരായപ്പം കേട്ട ഡയലോഗുകൾ നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ ആയിരിക്കണം അടുത്ത വർഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും നേടണം, നേടിയിരിക്കും.